ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തോ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അത് ഹെൽത്ത് കെയർ ആയിരിക്കാം, IT ആയിരിക്കാം, ഏത് ഫീൽഡിലായിരിക്കാം. അപ്പോൾ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓസ്ട്രേലിയക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നോക്കുകയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഓക്യുപ്പേഷന്റെ ലിസ്റ്റ് വളരെ വാസ്റ്റ് ആണ് കേട്ടോ. അത് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചിലത് നമുക്ക് ഡയറക്റ്റ് ഓക്യുപ്പേഷൻസ് ആണ്, ചിലത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ ചില ജനറൽ ഓക്യുപ്പേഷൻസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ഓക്യുപ്പേഷൻസിന് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നമ്മുടെ ഓക്യുപ്പേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നീട് ഈ ഓക്യുപ്പേഷൻ ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം ഞാനൊരു എഞ്ചിനീയറാണ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, എൻ്റെ ഓക്യുപ്പേഷൻ അതിലുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. എനിക്ക് ഇതിനകത്തിൽ എത്ര പോയിന്റ്സ് ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ 65 മിനിമം ആണ്. 65 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ടു പുട്ട് ആൻ ആപ്ലിക്കേഷൻ. എങ്ങനെയാണ് പോയിന്റ്സ് എനിക്ക് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ഇതിനകത്തിൽ മെയിൻലി 4 ഫാക്ടേഴ്സാണ്. നിങ്ങളുടെ ഏജ്, യങ് ഏജ് ആണെങ്കിൽ പ്രയോറിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും ഏജിന് ഓസ്ട്രേലിയ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അബ്സല്യൂട്ട്ലി. അവർ നോക്കുമ്പോൾ ബിറ്റ്വീൻ 25 and 32 പ്രൈം ഏജ് ആണ്. ഈ 65 പോയിന്റിൽ 30 പോയിന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പം നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ നമ്മൾ എത്രയും വേഗം തീരുമാനിച്ചാൽ, എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പോയിന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടി. 30 പോയിന്റ്സ് ആണുള്ളത്. പിന്നുള്ളത് ക്വാളിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ്. ഇപ്പോൾ ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ 10 പോയിന്റ്. എന്നാൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ആണെങ്കിൽ 15 പോയിന്റ്. മാസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ പോയിന്റ് ഇല്ല. ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും 15 പോയിന്റ്. മാസ്റ്റേഴ്സ് എടുത്തിട്ട് സമയം കളയണ്ടെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഇപ്പം എനിക്ക് ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ്, മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ട്രെൻഡാണല്ലേ മലയാളികൾ പ്രത്യേകിച്ച്. ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ചെയ്തിരിക്കണം. അതിൻ്റെ ആവശ്യമില്ല. ബാച്ചിലേഴ്സിൽ യു ഹാവ് ഓൾറെഡി ലേൺഡ് എന്താണോ വേണ്ടത്, ഇനി അത് പുട്ട് ഇൻ ടു പ്രാക്ടീസ്, സോ യു ക്യാൻ വർക്ക്. അങ്ങനെയാണ് അതിനെ കാണുന്നത്. പിന്നെ PhD ഉണ്ടെങ്കിൽ നമുക്ക് 20 പോയിന്റ് ഉണ്ട്. ഓക്കെ. പിന്നെയുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് 10 ഇയേഴ്സിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ. നമ്മുടെ ഈ എക്സ്പീരിയൻസ് റൈറ്റ് സ്കിൽ ലെവലിലായിരിക്കണം. നമ്മൾ പഠിച്ചതിനകത്ത് തന്നെ ആയിരിക്കണം. റൈറ്റ് സ്കിൽ ലെവൽ പഠിച്ചതിനകത്ത് തന്നെ ആകാം. റൈറ്റ് സ്കിൽ ലെവലിലായിരിക്കണം. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നത്, ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന ആൾ ചെയ്യുന്ന ജോലിയെല്ലാം ഒരു എഞ്ചിനീയറിൻ്റെ ലെവലിലാവില്ല. അല്ലാതെ അയാൾ ബാങ്ക് ജോലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇനിയിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫേമിൽ തന്നെ വർക്ക് ചെയ്തോട്ടെ, പക്ഷേ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യനായിട്ടായിരിക്കും ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണിച്ചാൽ നമുക്ക് ആ എഞ്ചിനീയറിംഗിന്റെ പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജോബ് പ്രൊഫൈൽ കാണിക്കണം. ജോബ് പ്രൊഫൈലില് ജോബ് ഡ്യൂട്ടീസ് റൈറ്റ് ആയിട്ട് എഴുതണം. നമ്മുടെ നാട്ടിൽ ഒരു എഞ്ചിനീയർ പഠിച്ചിറങ്ങിയ അവർ ഒരു സ്ഥാപനത്തിൽ എല്ലാ ജോലിയും ചെയ്യും അല്ലേ. ഒരു പ്രത്യേക ഞാനൊരു എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതെല്ലാം ചെയ്യും. അതിലെന്താണോ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് ലോയേഴ്സ് വരിക. അപ്പം നമ്മളോട് ഒരു അതോറിറ്റിക്കും ഒന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അനുസരിച്ചാണ്. ഈ ഡോക്യുമെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിനും മൈഗ്രേഷൻ ലെജിസ്ലേഷനും കാണേണ്ട വേർഡ്സ് കാണണം. ഈ ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ ആ 10 പോയിൻറ്റ്സ് അല്ലെ 15 പോയിൻറ്റ്സ് ആണ് മാക്സിമം നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി 6 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 നമുക്ക് മാൻഡേറ്ററി ആണ്. എനിക്ക് 85 പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് ഇംഗ്ലീഷിന് 5 ഉള്ളൂ. യു ആർ നോട്ട് എലിജിബിൾ. സോ നമുക്ക് 6 ഓൺ ഈച്ച് ബാൻഡ്, നോ പോയിൻറ്റ്സ്. അത് മിനിമം ആണ്. 7 കിട്ടുവാണെങ്കിൽ 10 പോയിൻറ്റ്സ്, 8 കിട്ടുവാണെങ്കിൽ നമുക്ക് 20 പോയിൻറ്റ്സ്. അപ്പം ഇംഗ്ലീഷിന് പോയിൻ്റ് ഉണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്റ്റേറ്റ്സ് കൂടുതൽ പോയിൻ്റ് തരും. പല സബ് ക്ലാസ്സിലെ 190 and 491 സ്റ്റേറ്റ് സ്പോൺസേർഡ് വിസാസ് ആണ്. 190ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റ് നമുക്കൊരു 5 പോയിൻറ്റ് ഇങ്ങോട്ട് തരും. ഇപ്പോൾ വിക്ടോറിയയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുവാണ് സബ് ക്ലാസ് 190ക്ക് 5 പോയിൻറ്റ്, എനിക്ക് 60 പോയിൻ്റ് ഉണ്ട്, അല്ല എനിക്ക് 75 പോയിൻ്റ് ഉണ്ട്. എനിക്ക് സ്റ്റേറ്റ് സ്പോൺസേർഡ് 190ക്ക് 5 പോയിൻറ്റ് എക്സ്ട്രാ ഉണ്ട്. പക്ഷേ അതിലൊരു ക്യാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ആ വിസ കിട്ടിക്കഴിയുമ്പം വിക്ടോറിയയിൽ തന്നെ നിൽക്കണം ആദ്യത്തെ 2 വർഷം. അതാണ്. അപ്പോൾ വിക്ടോറിയ എന്തിനാണ് നിങ്ങൾക്ക് 5 പോയിന്റ് തരുന്നത്? നിങ്ങൾ വിക്ടോറിയയിൽ നിന്ന് വിക്ടോറിയയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതുപോലെയുള്ളതാണ് ഈ 491. ഞാൻ നേരത്തെ പറഞ്ഞ പോപ്പുലർ വിസയാണ് ഈ 491. ഈ 5ന് പകരം 15 പോയിന്റ്. അപ്പോൾ എന്താണ്, വിക്ടോറിയയുടെ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് എന്നാണ് ലെജിസ്ലേഷനിൽ പറയുന്നത്. അതായത് നമ്മുടെ ചില പോസ്റ്റ് കോഡ്സ് പറയുന്നുണ്ട്.
ഈ പോസ്റ്റ് കോഡിൽ നമ്മൾ 3 വർഷം നിന്നിട്ട് അവിടെ നിന്ന് 191 എന്ന് പറഞ്ഞ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴേ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആവുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് പുറത്തുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പെർമനൻറ്റ് റെസിഡൻ്റായിട്ട് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒക്യുപ്പേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 45 വയസ്സിൽ താഴെ ആയിരിക്കണം. ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഗൈഡൻസ് വഴി, ഇപ്പോൾ ഫ്ലൈ വേൾഡിന് മൈഗ്രേഷൻ ലോയേഴ്സ്, നമ്മൾ വി ആർ ലോയേഴ്സ്, അപ്പോൾ നമുക്ക് അവരുടെ എലിജിബിലിറ്റി കൃത്യമായിട്ട് നോക്കി, എലിജിബിൾ ആയതുകൊണ്ട് മാത്രം കിട്ടണം എന്നില്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതൊരു പൂൾ ഓഫ് ആപ്ലിക്കൻസ് ആണ്. ഇതിൽ നിന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്താലേ നമുക്ക് വിസയുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് ആ പൂളിലേക്കാണ്. ചില ആൾക്കാർക്ക് റൈറ്റ് പൂളിലേക്കല്ല കൊടുക്കുന്നത്, അവർക്കറിയില്ല ഏത് പൂളിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് ആപ്ലിക്കേഷൻ. ഇവർ തരുന്നത് PR ആണോ അതോ നമ്മൾ ഈ കണ്ടീഷൻസ് പാലിച്ച് അവിടെ എത്ര വർഷം നിന്നാൽ മാത്രമാണോ നമുക്ക് PR കിട്ടുക? അല്ല, നമുക്കിത് പെർമനന്റ് റെസിഡൻസി തന്നെയാണ്. അപ്പം 3 സബ് ക്ലാസ് ആണ് ഇതിൽ. കണ്ടീഷൻസ് നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ അവർക്ക് PR ക്യാൻസൽ ചെയ്യാം. അതൊരു മോറൽ കണ്ടീഷനാണ് കേട്ടോ. ഈ 190 എന്ന് പറയുന്നത് യു ആർ സപ്പോസ് ടു ഡു ഇറ്റ് എന്നുള്ളതാണ് വരുന്നത്. ഇപ്പം ഇവർ പറയുകയാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ വിക്ടോറിയയിലെ ഇന്ന ഗ്രാമത്തിൽ ആണ് നീ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് തന്നിട്ട് ഞാൻ അവിടെ നിന്നില്ല, ഞാൻ അവിടെ നിൽക്കാതെ ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വിസ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുമല്ലേ? ഓക്കെ, ഇതൊരു വിസ കണ്ടീഷൻ 190 സബ് ക്ലാസ് 190 ഒരു വിസ കണ്ടീഷൻ അല്ല. ഇതൊരു കണ്ടീഷൻ അറ്റാച്ച്ഡ് വിത്ത് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പാണ്. ഇപ്പം വിക്ടോറിയയിൽ ഒരു ഗ്രാമത്തിൽ നിൽക്കാനല്ല പറയുന്നത്. 190ക്ക് വിക്ടോറിയയിൽ എവിടെയാണ് ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് വിക്ടോറിയയിലാവണം. ട്രാവലൊക്കെ ചെയ്യാം, പക്ഷെ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് വിക്ടോറിയയിലാകണം. അതൊരു മോറൽ ഡ്യൂട്ടിയാണ്. സാധാരണ അത് പാലിക്കുക തന്നെയാണ് ആൾക്കാർ ചെയ്യേണ്ടത്. കാര്യം അതുകൊണ്ടാണല്ലോ ഒരു 5 പോയിന്റ് വിക്ടോറിയ തരുന്നത്. എന്നാൽ 491 അങ്ങനല്ല. 491 എന്ന് പറഞ്ഞൊരു പ്രൊവിഷണൽ വിസയാണ്. ഈ പ്രൊവിഷണൽ വിസ എന്ന് പറഞ്ഞാൽ വിസ ദാറ്റ് ലീഡിങ് ടു പെർമനന്റ് റെസിഡൻസി. അതായത് പെർമനന്റ് റെസിഡൻസി അല്ലത്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പെർമനന്റ് റെസിഡൻസി. എല്ലാം കിട്ടും നമുക്ക്, പെർമനന്റ് റെസിഡൻ്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കെയർ എല്ലാം കിട്ടും. പക്ഷേ ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമോ എന്ന് 3 വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 191 എന്ന് പറഞ്ഞ വിസ സബ് ക്ലാസ്സിലേക്ക് നമ്മൾ അതൊരു ഓട്ടോമാറ്റിക് നമ്മൾ ജസ്റ്റ് ഹാവ് ടു ഷോ ഞാൻ ഇത്രയും കാലം ഈ 3 വർഷവും ഞാൻ നിന്നത് ഈ സ്ഥലത്താണ് എന്ന് കാണിച്ചാൽ മാത്രം മതി. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റോ ഹെൽത്ത് അസസ്മെൻറ്റോ ക്യാരക്ടർ ഒന്നുമില്ല, നമ്മളിത് മാത്രം കാണിച്ചാൽ. ഈ 3 വർഷം അവിടെ നിന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ചുമ്മാ റെന്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ മാത്രം പറ്റത്തില്ല. അവര് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. കാരണം നീ അവിടെ പോയി കടയിൽ പോയി സാധനം വാങ്ങിച്ചത്, പിന്നെ നീ അവിടെ ചിലവാക്കിയത്, നീ അവിടെ പബ്ബിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുമല്ലോ. അല്ലാതെ നീ അവിടെ വിസ കിട്ടിയിട്ട് നിന്റെ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം വേറെ എവിടെയെങ്കിലും സ്ഥലത്താണെങ്കിൽ അത് അവർ കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.